ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ടാളുകൾ പരസ്പരം കൂടിച്ചേരുന്നതാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവരിലുണ്ടാകുന്ന പ്രശ്നമാണ്, നീ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവൻ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കപ്പെടുന്നവർക്കിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരുന്നത്? ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരുടെയും സ്നേഹഭാഷ എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. ഞാൻ സ്നേഹിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല എൻ്റെ പാർട്ട്ണർ സ്നേഹം നൽകാൻ ഉദ്ദേശിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമാകുന്ന സമയത്താണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് മറികടക്കാൻ കഴിയും? 5 തരം ലവ് ലാംഗ്വേജ് ആണുള്ളത്. അതായത് സ്നേഹഭാഷ. തൻ്റെ പാർട്ട്ണറുടെ സ്നേഹഭാഷ അത് ഏതാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അത് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തിടത്ത് നമ്മൾ ഫെയിലിയർ ആവുകയും ചെയ്യാണ്. പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ബാധ്യതകൾ വരുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസ് അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. ഏതൊക്കെയാണ് 5 ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? അതിൽ ഒന്ന് വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് തൻ്റെ പാർട്ട്നേഴ്സിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് അവരവരുടെ വാക്കുകളിലൂടെ സ്നേഹം പറയുമ്പോഴാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, അല്ലെങ്കിൽ നിന്നെ എപ്പോഴും മിസ് ചെയ്യാറുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് ഇത്തരം ആളുകൾക്ക് വലിയ കാര്യമായിരിക്കും. പലപ്പോഴും പലരും ചെയ്യാത്ത ഒന്നാണ് വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാത്തത്. ഉള്ളിലൊതുക്കി കൊണ്ടെടുക്കും. പക്ഷേ ഉള്ളിലുള്ള സ്നേഹം തൻ്റെ പാർട്ട്ണർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കണം. വേർഡ്സ് ഓഫ് അഫർമേഷൻ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ട്ണർക്ക് നമ്മുടെ മനസ്സിലുള്ളത് വായിക്കാൻ കഴിയില്ല. അവരെപ്പോഴും സ്നേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെയാണ്. നിങ്ങളുടെ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ പാർട്ട്ണർ വേർഡ്സ് ഓഫ് അഫർമേഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു, ഐ മിസ് യു, നീ എൻ്റെ ജീവനാണ്, കുറച്ചൊക്കെ പൈങ്കിളിയാണെങ്കിൽ പോലും ഇത്തരം വാക്കുകൾ അവരെ ഏറെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കേണ്ടത് വാക്കുകളിലൂടെ തന്നെയാണ്. 2 ക്വാളിറ്റി ടൈം. ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് തിരക്കുകളും ഒരുപാട് ബാധ്യതകളൊക്കെ ഉള്ള ഒരു സമയം തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി ടൈം ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, തങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം തൻ്റെ പാർട്ട്ണർ സമയം കണ്ടെത്തുന്നതിലാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക. അത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലാവട്ടെ, കുറച്ച് സമയം പുറത്തുപോയി നിങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നതിലാവട്ടെ, അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവുക നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു 10-15 മിനിറ്റ് മാറ്റിവെക്കുമ്പോഴാണ്. ഇത്തരം ആളുകൾക്ക് ക്വാളിറ്റി ടൈം നിർബന്ധമായും കൊടുത്തിരിക്കണം. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക നിങ്ങളെ കേൾക്കാനും അവരുടെ പ്രയാസങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം നിങ്ങളോട് പങ്കുവെക്കാനൊക്കെ ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക. 3 റിസീവിങ് ഗിഫ്റ്റ്സ്. നിങ്ങളുടെ പാർട്ട്ണർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമ്മാനം നൽകുന്നതിലും സമ്മാനം സ്വീകരിക്കുന്നതിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കേണ്ടത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കേണ്ടത് ചെറിയ ചെറിയ ഗിഫ്റ്റുകളിലൂടെയാണ്. അത് അവരുടെ മനസ്സറിഞ്ഞ് അവർ ആഗ്രഹിക്കുന്നത് അത് എത്ര വില കുറവുള്ളതാണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒന്ന് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക. നിങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തുന്ന സമയവും അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ കാണിച്ച പരിശ്രമവും ഒക്കെ ആയിരിക്കും അവർക്ക് വാല്യുബിൾ ആയിട്ടുണ്ടാവുക. അതല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അത് എത്ര വിലയുള്ളതാണോ എത്ര വില കുറഞ്ഞതാണോ എന്നുള്ളതിലായിരിക്കില്ല. അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുന്നതിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവുക. സോ ഇത്തരം ആളുകൾക്ക് കൂടുതലായിട്ട് ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. 4 ആക്ട് ഓഫ് സർവീസ്. ഇത്തരം ആളുകൾ വാക്കുകളേക്കാൾ മൂല്യം നൽകുന്നത് പ്രവൃത്തികൾക്കാണ്. തൻ്റെ ജോലിയിലൊക്കെ ഇടയ്ക്കൊന്ന് സഹായിക്കുക, അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെയായിരിക്കും ഇത്തരം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഭർത്താവോ ഭാര്യയോ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ടയേർഡായിരിക്കുന്നൊരു സമയം, ആ സമയത്ത് ഒരു ടീ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുക,
ഇതൊക്കെ അവരിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന നിമിഷങ്ങളായിരിക്കും. ഇത്തരം ആളുകൾ വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്ക് തന്നെയാണ് മൂല്യം നൽകുന്നത്. അടുത്തത് ഫിസിക്കൽ ടച്ച്, ശാരീരിക സ്പർശനം. സ്നേഹത്തോടെയുള്ളൊരു സ്പർശനം ഒരു മാജിക് തന്നെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ലൈംഗികത മാത്രമല്ല ഫിസിക്കൽ ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തോളോട് തോള് ചേർന്ന് നടക്കാനും കൈപിടിച്ച് നടക്കാനും ഒന്ന് ആലിംഗനം ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരെപ്പോഴും ഒരു ടച്ച് ആഗ്രഹിക്കുന്നവരായിരിക്കും. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ചേർത്ത് പിടിക്കുന്നതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 5 സ്നേഹഭാഷകളെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യമാണ് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ മറ്റൊരാൾ ഇടപെടുന്നത് ആർക്കും തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. സോ ഒരു പാർട്ട്ണർക്ക് അവരുടെ പേഴ്സണൽ സ്പേസ് നൽകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്നേഹഭാഷകളെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും അതിൽ എല്ലാം എല്ലാവരിലും ഉണ്ടാവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ഇതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ഒരാളെ ഡൊമിനൻ്റ് ആയിട്ടുണ്ടാവും. അത് ഏതാണെന്ന് കണ്ടെത്തുന്നിടത്താണ് ഒരു പാർട്ട്ണറുടെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു നോക്കൂ. നല്ല ബെറ്റർ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നമുക്ക് തന്നെ സ്വയം അനുഭവിച്ചറിയാൻ കഴിയും.